സഹനങ്ങളിലൂടെ ഒരുപാട് സുഹൃതങ്ങൾ സ്വന്തമാക്കി കുടുംബങ്ങൾക്ക് കാവൽ വിളക്കായി തീർന്ന വിശുദ്ധ യൗസേപ്പ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട്. വിശ്വാസത്തിൻ്റെ മനുഷ്യാവതാരമായിരുന്നു വിശുദ്ധ യൗസേപ്പ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ദൈവത്തിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലും വിശ്വാസം അർപ്പിക്കുമ്പോൾ മനുഷ്യൻ വിശ്വാസമായി മാറുന്നു. ഇതുതന്നെയായിരുന്നു ജോസഫിൻ്റെ ജീവിതവും. കേട്ടതും കണ്ടതുമൊക്കെ ചില കിനാവുകൾ മാത്രമായിരുന്നിട്ടും അതിന് പിന്നാലെ പോകണമെങ്കിൽ അപാര ചങ്കൂറ്റം വേണം. മറ്റാരുടെയോ നിലപാടുകളുടെ പുറകെയായിരുന്നു ജോസഫിൻ്റെ സഞ്ചാരം മുഴുവനും. ഒന്നിൻ്റെയും പൂർത്തീകരണം അദ്ദേഹം കാണുന്നില്ല. എങ്കിലും എല്ലാം ശുഭമാകും എന്നൊരുറപ്പ് അദ്ദേഹത്തിനുണ്ട്. അതായത്, പിടിച്ചത് ഉടയോൻ്റെ കയ്യിലാണെങ്കിൽ ഉയിര് പോയാലും ഉലയേണ്ടതില്ലെന്ന ഉറപ്പ്. അതാണ് വിശ്വാസം. അവൻ്റെ കയ്യിൽ എല്ലാം സുരക്ഷിതമാണെന്നും അവൻ തൻ്റെ തണലിൻ്റെ കരങ്ങൾ ഒരിക്കലും പിൻവലിക്കില്ലെന്നുള്ള തിരിച്ചറിവുമായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നയിച്ചത്. അതുകൊണ്ട് അധികം ആകൃതകളുമൊന്നുമില്ലാതെ വിശ്വാസത്തിൻ്റെ ഒരു തീർത്ഥയാത്ര വിശുദ്ധ യൗസേപ്പ് പിതാവ് നടത്തി. ചുറ്റും പ്രശ്നങ്ങൾ കടൽ കണക്കെ അലറി വിളിക്കുമ്പോഴും അമ്മയുടെ മാറി ചാഞ്ഞുറങ്ങുന്ന കുഞ്ഞിനെ പോലെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ യൗസേപ്പ് പിതാവ് വളരെ സുരക്ഷിതനായിരുന്നു. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും ക്ലേശങ്ങളും നമ്മെ വേട്ടയാടുമ്പോൾ ദൈവം എന്നെ കൈവിടില്ലെന്നും ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നേറാൻ നമുക്ക് കഴിയണം. അതെ, വിശ്വാസത്തിൻ്റെ വലിയ സുഹൃതം നമുക്കായി കാണിച്ചു തന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അങ്ങനെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ മുന്നേറുവാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.